വേറെ ജോലിയോ? വേറെ എന്ത് ജോലി? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയാണ് ഞാൻ തന്നേക്കുന്നത്. ഒരുത്തനും തരാത്ത കാശും തരുന്നുണ്ട്. അത് പോരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. ഇനിയിപ്പോ നിങ്ങള് നമ്മുടെ ഒരാളായിട്ട് വെറുതെ ഇരുന്നാ മതി. ഇപ്പൊ രാമപുരം റേഞ്ച് ക്ലീനായി. ഷാപ്പുകളിലൊക്കെ നല്ല കച്ചവടമുണ്ട്. ഒരൊറ്റ കുഞ്ഞു പോലും മാറ്റാൻ ധൈര്യപ്പെടുന്നില്ല. കടം പോകുന്നില്ല. പിന്നെ ഈ ലോക്കൽ ചട്ടമ്പികൾ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എല്ലാം ഒതുങ്ങി. ഇനി പാലാ റേഞ്ച് ഒന്ന് ശരിയാക്കണം. അവിടെ നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട്. അവിടെ നിങ്ങൾക്കൊരു നല്ല എൻട്രി വേണം. രാമപുരം സേതു എന്ന് കേട്ടാ ഞെട്ടണം. അത്തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ അത് ഞങ്ങൾ കളിക്കി തരാം. നല്ലൊരു അനക്കം ഉണ്ടാക്കണം അവിടെ. മൂഴിക്കുളം കുമാരേട്ടന്റെ കുത്തകയായിരുന്നു ആ റേഞ്ച്. വാശിപ്പുറത്താ ഞാൻ അതും പിടിച്ചത്. നമ്മുടെ കീരിക്കാടൻ ജോസിന്റെ അനിയൻ ഒരു ആന്റണി ഉണ്ട്. ആന്റണി ആയിരുന്നു കുമാരേട്ടന്റെ ആൾ. അറിയാം. കരടി. ഞങ്ങളൊക്കെ ഒരേ കളരിയാ. കരടി ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലല്ലേ? അതെ. അവനെ കുമാരേട്ടൻ പാലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ടുപേരെ കൊല്ലിച്ചിട്ടാ. പട്ടാ പകൽ ജനം മുഴുവൻ നോക്കി നിൽക്കേ രണ്ടുപേരെ വെട്ടി കൈയും കാലും ഒക്കെ വേറെ വേറെയാക്കി. കേസ് വന്നപ്പോ സാക്ഷികളില്ല. ഉള്ളവരുടെ വഴിയോ 10 തരത്തിൽ കേസ് വെറുതെ വിട്ടു. പിന്നെ ആ കരടി തലശ്ശേരിക്ക് പോയത്. അവിടെ ഇതുപോലെ 2 കോണത്തിനെ തട്ടി. ആദ്യം അവന് ഊരാൻ പറ്റിയില്ല. കാശ് ചെലവാക്കണം, എന്നാലേ കൊലപാതക കേസിനൊക്കെ ഊരാൻ പറ്റൂ. ഒരു ദിവസം പാലയിലൊന്ന് പോയി കറങ്ങിച്ചുവാ. അവിടെ നമുക്ക് 1-2 പേരെ ഒതുക്കാനുണ്ട്. ആ വക ജോലിക്ക് ശമ്പളം കൂടാതെ നല്ല തുക തരിഞ്ഞ് കേസും നടത്തും. കാശ് ചെലവാക്കി തന്നെ. അതെ. ഏതാ സാധനം? ഞാൻ പോരാ. അപ്പോ ഇന്നിനി ഈ രാമൂർത്തി പോകുന്നില്ലല്ലോ? ഇല്ല, ഇന്നൊന്ന് കൂടി സന്തോഷമായിട്ട് നാളെ പോവാം. മതി. എന്നാണ് നമുക്ക് പാലയ്ക്ക് പോകേണ്ടത്? പോകാം. കരടി വിലസിയ സ്ഥല. നമ്മളവിടെ പുലിയായിട്ട് ഇറങ്ങണം. ആശാനെന്താ ഒരു മൂഡൌട്ട്? ഒന്നുമില്ല. കൊല്ലുന്നത് വെറും ഒരു തമാശ. ഇതുവരെ കാണുക പോലും ചെയ്യാത്ത ആളുകളെ കഴുത്ത് വെട്ടണം, അല്ലെ കഠാര കയറ്റണം. കൊന്നാലേ നമുക്ക് പേരുള്ളൂ. അതിന് പണം വേറെ. കൂടുതൽ കൊന്നാൽ കൂടുതൽ പണം, പ്രശസ്തി. ഞാൻ പറഞ്ഞതാ. സാധനം എങ്ങനെയുണ്ട്? നാണിക്കാതെ ഇനി അടുത്ത് വാ, മുതലാളി ഒന്ന് കാണട്ടെ. ഇവിടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് ശരി, ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? സേതുമാധവന്റെ പെങ്ങളല്ലേ? എന്നെ ഓർമ്മയുണ്ടോ? അവനിവിടെ ഉണ്ട്, ഈ ഹോട്ടലിൽ. എനിക്ക് പോണം. ചേട്ടൻ അറിഞ്ഞ? ഓ പിന്നെ, ചേട്ടൻ അറിഞ്ഞ അങ്ങ് ഒഴിഞ്ഞു പോയിക്കോളും. അങ്ങനെ ആ ബുദ്ധിയുള്ളവര്. നീ അങ്ങോട്ട് അടുത്ത് ചെന്നിരുന്നേ ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക്. ചെല്ലേ. എനിക്ക് പോണം. ഞാൻ വേറെ ദിവസം വരാം. നീ പേടിക്കൊന്നും വേണ്ട. അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ലെന്നേ. ഇന്നും നാളെയും നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. പോരെ? അറിഞ്ഞാ തന്നെ റിഹേഴ്സലാന്നങ്ങ് പറയണം. താൻ പോ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് വാതിലടയ്ക്കാൻ. തന്തയ്ക്ക് പുറക്കാത്തോടെ എന്നോട് ഒരാൾ കൊണ്ടുവന്ന ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇവളാണെന്ന് അറിയുന്നത്. നിനക്ക് പെങ്ങളെ തേവർ ചെയ്യാൻ ഞാനാണോടാ കുറ്റക്കാരൻ? ഇനി എന്തോ നിന്നെ തുറക്കാൻ, വാതില് തുറക്കാൻ. തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊടിക്കും. വാതില് തുറക്കാൻ.
എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ? നിങ്ങളാണോ അച്ഛൻ? നിങ്ങളാണ് ഞങ്ങളുടെ അച്ഛൻ. നിങ്ങളാണ് ഞാൻ അച്ഛാന്ന് വിളിച്ചത്, സ്നേഹിച്ചത്, മാനിച്ചത്, ആരാധിച്ചത്. വേറെ ആരും ഒന്നും അറിയണ്ട. വയ്ക്കാം. ഏട്ടൻ വരണില്ലേ? ഇല്ല. ഇനി ഞാൻ ഈ വീട്ടിൽ കാലുകുത്തണമെങ്കിൽ നമ്മുടെ അച്ഛനെന്ന് പറയുന്ന ആള് മരിക്കണം. ഏട്ടാ, നമ്മുടെ അച്ഛൻ പാവമാണ്. ഞാൻ ചീത്തയായതറിഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ് നമ്മുടെ അച്ഛൻ. അന്ന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് ഇനി ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് പാലിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഉറപ്പിലാണ് രമേശൻ പഠിക്കണത്. അവനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി. പിന്നീട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലിരുന്ന് ഉരുകുന്ന നമ്മുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണ് ക്രൂരത കാണിച്ചത്. നിർബന്ധിച്ചു കൊണ്ടുപോകും കൂട്ടിന്. ഇതെന്ത് കുടിയെ കുടിക്കണത്? വന്ന് കയറിയപ്പോ തുടങ്ങിയതാണല്ലോ. അടങ്ങണില്ല. എന്നിട്ടും നെഞ്ചിലെ തീ കത്തുകയാണ്. ഓ ഈശ്വര, ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? വിഷമിക്കണ്ട ആശാനെ, എല്ലാവരുടെ ഉള്ളിലുണ്ട് തീ. എന്റെ ഉമ്മ ആരാണെന്നറിയാമോ? കൊല്ലത്തെ ചിന്നക്കടയിൽ ഒരു ലോറി ബീവാത്തോണ്ട് ലോറിക്കാർക്കൊക്കെ അറിയാം. ആ ഉമ്മയുടെ മോന. കൊല്ലത്ത് പോകാൻ എനിക്ക് പേടിയാ. ഇപ്പോഴും ഉണ്ട് എൻ്റെ ഉമ്മ, വയസ്സായിട്ടും. എന്നെ കാണുമ്പോ എല്ലാവർക്കും ഒരു തമാശ. പക്ഷെ എൻ്റെ ഉള്ളിൽ വാപ്പുണ്ട്. വടക്കം കണ്ട് സുഖമായിട്ട് കഴിയണം. ആ എന്താ നജീബേ, 100 അടിക്കണോ? സേതു, ഇനി മതി. നീ വീട്ടിലേക്ക് ചെല്ലേ. ആരുടെ വീട്? എനിക്ക് വീടൊന്നുമില്ല. ബാപ്പ ഒരു വിവരം പറഞ്ഞു. സ്റ്റേഷനിൽ മെസ്സേജ് വന്നതാ. നിന്റെ അച്ഛൻ ദിവാകരൻ മുതലാളിയുടെ ഹോട്ടലിൽ മരിച്ചു. ഫാനിൽ കെട്ടി തൂങ്ങി. ഈശ്വര.